ഇന്ന് മൊത്തത്തിൽ മഴയാട്ടോ തകർത്ത് പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് പെയ്യും, ഇടയ്ക്കിടയ്ക്ക് തോരും. ആ ഒരു രീതിയിലായിരുന്നു. പിന്നെ ദാ ഇവൻ്റെ കിടത്ത് കണ്ടോ, കുരുത്തം കെട്ടവൻ നല്ല ഉറക്കമാണ്. എന്ത് വേണം, എനിക്കാണെങ്കിൽ ഒന്ന് ഉറങ്ങാൻ പോലും കഴിയാത്തൊരവസ്ഥയാണ്. ഇടയ്ക്ക് വെച്ച് നല്ല ഉറക്കമായിരുന്നു. ഉറക്കത്തിൻ്റെ ഗുളിക ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇപ്പം മൈഗ്രീൻ്റെ ടാബ്ലറ്റ് കഴിച്ചു തുടങ്ങിയതിന് ശേഷം പിന്നീട് ഉറക്കമേ ഇല്ലാത്ത രാത്രികളാണ് എനിക്ക്. അങ്ങനെ ഉറക്കപ്പിച്ചിയിലൊക്കെ അങ്ങനെ ഇങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ മഴയൊക്കെ കണ്ട് നിന്ന സമയത്ത് ദാ എനിക്കൊരു എന്തെങ്കിലും കഴിക്കാൻ ഇങ്ങനെ ഒരു ആഗ്രഹം തോന്നി. അപ്പോഴാണ് ഞാൻ ഓർത്തത്, അയ്യോ ഫ്രിഡ്ജിലൊരു സാധനം ഇരിപ്പുണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം, നശിപ്പിച്ച് കളയുന്നതിനേക്കാളും നല്ലത് അത് തന്നെയല്ലേ. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഇല നല്ല രീതിയിൽ ഉണങ്ങി ഒരുമാതിരി ഇരിക്കുകയായിരുന്നു കേട്ടോ. കഴിഞ്ഞ ദിവസം ഇവിടെ അന്ന് നമുക്ക് ഒരു വട്ടം ഒടിഞ്ഞു വീണ് കിട്ടിയല്ലോ, അതേപോലെ ഒടിഞ്ഞു വീണയാണോ ആരെങ്കിലും വെട്ടിയിട്ടയാണോ എന്ന് അറിയത്തില്ല. ഒരു കമ്പ് വട്ടയില ഇങ്ങനെ ഒടിഞ്ഞ് താഴോട്ട് കിടന്നിരുന്നു കേട്ടോ. അതിൽ നിന്ന് ഞാൻ അങ്ങനെ ഇല കട്ട് ചെയ്ത് ഇല പിച്ചി എടുത്തോട് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ ആ ഒരു ഐറ്റം വെച്ചിട്ടാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടി നേന്ത്രപ്പഴം 2 എടുത്തിട്ടുണ്ട്, ചെറുതായിട്ടോ. അത് ഞാനൊന്ന് കട്ട് ചെയ്ത് മിക്സഡ് ജാറിനകത്തിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. തൊലിയൊന്നും ചെറുതായിട്ടൊന്ന് കറുത്ത് കഴിഞ്ഞാൽ ഇവിടെ കുഞ്ഞൻ കഴിക്കത്തില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ആക്കിയാണ് എടുക്കുന്നത്. പിന്നെ ഇത് അതിന് വേണ്ടി തേങ്ങ ഒരെണ്ണം പൊട്ടിച്ചു ഒന്ന് തിരികെ എടുക്കണം. അപ്പം വെള്ളം കണ്ടാൽ എനിക്കൊരു വീക്ക്നെസ് ആട്ടോ, തേങ്ങ വെള്ളം ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു പൊടിയൊക്കെ മാറ്റിയതിന് ശേഷം ഞാൻ ആ ഒരു വെള്ളം കുടിച്ചു. അതിന് തേങ്ങയൊക്കെ ഒന്ന് തിരികെ എടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു വട്ടയില നന്നായിട്ട് ഉണങ്ങി പോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനന്ന് വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കുതിർന്ന് കിട്ടുമ്പോൾ നല്ല രീതിയിൽ നല്ല പച്ച പോലെ തന്നെ ഇരിക്കും കേട്ടോ. നമുക്ക് മടക്കിയൊക്കെ എടുക്കാൻ നല്ലതായിട്ടിരിക്കും. ഞാൻ ഈ ഭക്ഷണയിലൊക്കെ കിട്ടുമ്പോഴും ഇതുകൊണ്ട് നമുക്ക് ഇപ്പം ഭയങ്കര ക്ഷാമമാണ്, കിട്ടുന്നേ ഇല്ല. അതുകൊണ്ട് പറ്റിയത് തൊടിയിലും പറമ്പിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പം നമ്മൾ ഇവിടെയൊക്കെ താമസിക്കാൻ മാറിയതിന് ശേഷം നമുക്കങ്ങനെ കിട്ടാൻ വഴിയേ ഇല്ല. അതുകൊണ്ട് വീട്ടിൽ നിന്ന് ആരെങ്കിലും വരുമ്പോൾ പറിച്ചുകൊണ്ട് വരുവാണെങ്കിൽ ഉണക്കി ഇങ്ങനെ എടുത്ത് വെച്ചേക്കും. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഇതൊട്ട് ഭക്ഷണയിലപ്പൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അതിങ്ങനെ വെള്ളത്തിൽ കുതിർത്തിട്ട് ഉണ്ടാക്കിയെടുക്കും കേട്ടോ. നല്ല രസമാണ്, നല്ല ടേസ്റ്റും ആ ഒരു മണവും തന്നെ ആയിരിക്കും. പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സാധനത്തിന് വേണ്ടിയിട്ട് ഞാൻ ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കുന്നത്. അരിപ്പൊടി ആദ്യം കൊണ്ടുവച്ചിട്ട് അതങ്ങ് മാറ്റി ഗോതമ്പ് പൊടി തന്നെയാണ് നല്ലത്. അങ്ങനെ ഗോതമ്പ് പൊടിയും പിന്നെ ശർക്കരയാട്ടോ കുറച്ച് എടുക്കുന്നുള്ളൂ, മധുരത്തിന് ആവശ്യത്തിനുള്ളത്. ഒരുപാടാണെങ്കിൽ ഇവിടെ ഞങ്ങൾ രണ്ടുപേരും കഴിക്കത്തില്ല, അതുകൊണ്ട് കുറച്ച് മധുരം ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ തേങ്ങ തിരികെ ഇതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അരച്ച് വെച്ചിരുന്ന ആ ഒരു നേന്ത്രപ്പഴം ഇല്ലേ, അതും കൂടെ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്, അത് ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് നല്ല രീതിയിൽ കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു തവിയും സ്പൂണിനേക്കാളും നമ്മുടെ കൈ തന്നെയാണ് നല്ലത്. കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യുവാണെങ്കിൽ എല്ലാം നല്ല രീതിയിലായി കിട്ടും. അപ്പോൾ പിന്നെ ഇടയ്ക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പഴത്തിൻ്റെ അളവ് കൂടുതലായിരുന്നെങ്കിൽ നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നേന്ത്രപ്പഴത്തിനേക്കാളും നമ്മൾ ഈ ഒരു പാളാന്തോടൻ ആ ഒരു പഴമൊക്കെ ആണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതായിരിക്കും ഇതിനേക്കാൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അത് നമ്മൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ നന്നായിട്ട് ഇങ്ങനെ പുരട്ടി ഇങ്ങനെ എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഇച്ചിരി ഒന്ന് ലൂസായിട്ടാണ് എടുക്കുന്നത്. അത് ഒരുപാട് ലൂസെന്നല്ല, നമ്മുടെ ചപ്പാത്തി ഒരു മാവ് കുഴച്ചെടുക്കത്തില്ല, അതിനേക്കാളും കുറച്ചും കൂടെ ഒരു നമ്മൾ വലിഞ്ഞ് വരുന്ന രീതിയിൽ അങ്ങനെ ആക്കിയാണ് എടുക്കുന്നത്. അതാകുമ്പോഴാണ് നമുക്ക് ഇലക്കകത്ത് പരത്തിയെടുക്കാൻ എളുപ്പം. അപ്പം ഞാൻ എന്താ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലല്ലോ. ഇലയപ്പമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എനിക്കിങ്ങനെ ഇലയപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇലയുടെ എന്നൊക്കെ എല്ലാവരും പറയില്ലേ, അപ്പോൾ എനിക്കത് ഉണ്ടാക്കുമ്പോൾ നടുക്ക് ഇങ്ങനെ ഇതുകൊണ്ട് ശർക്കരയും തേങ്ങയും കൂടെയൊക്കെ വെച്ചെടുക്കുന്നത് എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല കേട്ടോ. എനിക്കിങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇലക്കകത്ത് പരത്തിയെടുക്കുന്നതാണ് എനിക്കിഷ്ടം. കുഞ്ഞിനും അതൊക്കെ തന്നെ കേട്ടോ. അപ്പോൾ ഈ അല്ലാതെ ആകുമ്പോൾ ഇടയ്ക്ക് ആ മധുരം ഇങ്ങനെ വരുമ്പോൾ എനിക്ക് തല പെരുക്കും കേട്ടോ. ഇതാകുമ്പോൾ ആവശ്യത്തിനുള്ള മധുരമൊക്കെ ചേർത്തിട്ട് അതിനകത്ത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ മൊത്തത്തിൽ എല്ലാത്തിനും ഒരു ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ ഇലയപ്പം ഉണ്ടാക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പഴം ചേർക്കുന്ന അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, ഭയങ്കര ടേസ്റ്റി ആയൊരു സംഭവം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇലക്കകത്തൊക്കെ ഒന്ന് നിരത്തി ഇലയെല്ലാം വെച്ചിട്ട് അതിനകത്തിട്ട് നമ്മൾ കുറേശ്ശേ എല്ലാത്തിനകത്ത് ആക്കി വെച്ചിട്ട് പിന്നീടാണ് കേട്ടോ ഞാൻ പരത്തിയെടുക്കുന്നത്. പരത്തുന്ന സമയത്ത് നമുക്ക് ഇതുകൂട്ട് വെള്ളത്തിൽ കൈവച്ചിട്ട് നമ്മളൊന്ന് പരത്തിയെടുക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിലൊട്ടത്തില്ല. എല്ലാവർക്കും അറിയാമായിരിക്കും. പിന്നെ ഞാനെന്തിനാണ് ഇതൊക്കെ പറയുന്നത്, എന്നാലും ഇരിക്കട്ടെന്നേ. അറിയാത്ത ആൾക്കാർ ഉണ്ടായിരിക്കുമല്ലോ, ഒരു 100-2 പേർക്കെങ്കിലും അറിയാത്ത ആരെങ്കിലും എന്നെ പോലെയൊക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്കും കൂടെ അറിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഒന്ന് പരത്തിയൊക്കെ എടുക്കുന്നുണ്ട്. എടുത്തതിന് ശേഷം നമ്മളിന്ന് ഇഡ്ഡലി പാത്രത്തിനകത്താണ് ആവി കയറ്റി എടുക്കുന്നത്. അപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് അതിനകത്ത് കുഞ്ഞായിട്ട് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്, ഒരുപാടൊന്നും ആക്കി എടുത്തിട്ടില്ല. അപ്പോൾ അവനെയൊക്കെ ഒന്ന് മടക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. മടക്കി എല്ലാം റെഡിയാക്കി അതിനകത്ത് ആക്കിയിട്ട് കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അടുപ്പത്താക്കിയിട്ടുണ്ട്. അതവിടെ ഇരുന്ന് വേവട്ടെ. ആവി കയറിയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ തേങ്ങ ഞാൻ ബാലൻസ് കുറച്ച് ഉണ്ടായിരുന്നല്ലോ, തിരികേൻ്റെ ബാലൻസ്, അത് ബാക്കിയും കൂടെ തിരികെ എടുത്തിട്ട് അത് ഞാൻ പിന്നെ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുകയാണ്. നമ്മളൊരു പാത്രത്തിനകത്തിട്ട് ഫ്രീസറിൽ വെക്കുവാണെങ്കിൽ കേടാവാതെ ഇരിക്കും.
വയ്ക്കും. അപ്പോൾ നാളത്തെയും മറ്റന്നാളത്തെയും ഒക്കെ ആവശ്യത്തിന് വേണ്ടി ഇങ്ങനെ എടുക്കാം കേട്ടോ. അങ്ങനെ അത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പിന്നെ പാത്രങ്ങൾ കൈയോടെ ഇങ്ങനെ കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. അവിടെ കിടന്നാൽ അവിടെ കിടക്കും. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ പല്ലികൾ ഇങ്ങനെ ഓടും. ഇവിടെ വലിയ പല്ലിയാണ്. എനിക്കാണെങ്കിൽ അതിനെ കാലേവാരി നിലത്തടിക്കാൻ തോന്നും, അത്രയ്ക്കുള്ള രീതിയിലാണ്. പക്ഷെ ഒരുമാതിരിയായിട്ടോ എൻ്റെ മേലേക്ക് കാണാൻ ഒരു മനം മറിക്കും എനിക്കത് കാണുമ്പോൾ. പുള്ളിയും പൊരുവായിട്ടൊക്കെ അതിങ്ങനെ, അതും വലുതാണ്. ഒറ്റ വട്ടത്തിന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുന്ന കാണാം. അതുകൊണ്ട് ഞാൻ കൈയോടെ ഈ സാധനങ്ങളൊക്കെ കഴുകി വെക്കും കേട്ടോ. പിന്നെ ഈ ഒരു മിക്സിയുടെ ജാറിൻ്റെ അടിയിലത്തെ ആ ഒരു ബ്ലേഡ് നമുക്ക് ആ ഒരെണ്ണം ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ അത് നനഞ്ഞൊക്കെ പോവാതെയാണ് കഴുകിയെടുക്കുന്നത്. വെള്ളം വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ മോട്ടർ കംപ്ലൈൻ്റ് ആകും. അതുകൊണ്ട് വെള്ളം വീഴാതൊക്കെ കഴുകി സൂക്ഷിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആവിയൊക്കെ വന്നു. ഇങ്ങനെ ഒരു സൈഡ് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ കുത്തി നോക്കിയപ്പം വെന്തിട്ടുണ്ടായിരുന്നു. അടിയിലോട്ട് ഇങ്ങനെ മേളിലായിട്ട് ഇരിക്കുന്ന സാധനങ്ങൾ ഒരു പച്ചപ്പ് പോലെ അതിൻ്റെ ഇല കണ്ടു കേട്ടോ. അങ്ങനെ പിന്നെ ഒന്നും കൂടെ ഞാൻ അടച്ച് വെച്ച് ഒന്നും കൂടെ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ കുറച്ച് നേരം റെസ്റ്റായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞൻ വന്നപ്പോഴത്തേക്ക് എനിക്ക് വെപ്രാളമായിരുന്നു. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, വേഗം കുളിച്ചിട്ട് വാ, എനിക്ക് വിശന്നിട്ട് കണ്ണ് കാണാൻ മേല എന്നൊക്കെ പറയുമായിരുന്നു. ഇത് കഴിക്കാനുള്ളൊരു ആകാംക്ഷയിലാട്ടോ. കാരണം കുറേ നാളായി ഞാനിത് കഴിച്ചിട്ട്. അതായത് നമ്മൾ ഇലയപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഈ ഒരു വട്ടയിലക്കകത്ത് ഉണ്ടാക്കി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിൻ്റെ ഒരു മണം എൻ്റെ സാറേ രക്ഷയില്ലാത്തതാണ്. അങ്ങനെ പെട്ടെന്ന് ചായ ഇട്ടു. കുഞ്ഞൻ കുളിച്ചിട്ട് വരുന്ന സമയം കൊണ്ട് ചായയൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ അതൊക്കെ ഒഴിച്ചെടുത്തു. നമ്മുടെ ഈ ഒരു പാത്രം തുറക്കുമ്പോൾ ഭയങ്കര മണം കേട്ടോ. ഈ ഒരു ഇലയുടെ ആ ഒരു മണം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വാഴയിലക്കകത്ത് ഉണ്ടാക്കുന്നതിനേക്കാളും എനിക്ക് ഒരുപാട് ഇഷ്ടം വട്ടയിലക്കകത്ത് ഇലപ്പം ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റും ഭയങ്കര മണമാണ്. ഈ ഒരു വട്ടയിലയുടെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു ഫ്ലേവറൊക്കെ നമ്മളുടെ ഈ ഒരു അടയ്ക്കകത്ത് ഇങ്ങനെ പിടിക്കും കേട്ടോ. അന്നേരം ഇത് പിടിക്കുന്ന സമയത്ത് അത് ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ ഭയങ്കര മണമാണ്. ഞാനിങ്ങനെ കഴിക്കുമ്പോൾ ഇത് മണത്താട്ടോ കഴിക്കുന്നത്. അയ്യോ, കുറേ നാളിന് ശേഷം കഴിച്ചുകൊണ്ടായിരിക്കാം എനിക്കാണെങ്കിൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് സന്തോഷം ഉണ്ടായിരുന്നു. ആ ഇലയൊക്കെ മണത്തിങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര മണമാണ് കേട്ടോ. അങ്ങനെ പിന്നെ എന്തായാലും ഞങ്ങൾ രണ്ടുപേരും കൂടി ഇന്ന് അതാട്ടോ രാത്രിയിൽ കഴിച്ചത്. വേറെ ഫുഡ് ഞങ്ങളൊന്നും ഉണ്ടാക്കിയൊന്നുമില്ല. ഇത് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് വയറ് നിറയുമല്ലോ. അങ്ങനെ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്നതൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഈ ഒരു ഇല നമ്മളിവിടെയൊന്നും കളയും. നമുക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ വേസ്റ്റ് കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ എല്ലാം അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് കളയുന്നത്. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങ് ബുദ്ധിമുട്ടെന്നല്ല, ഈ ഒരു ഫുഡ് വേസ്റ്റ് കളയുന്നതാണ്. പിന്നെ ഇലയൊക്കെ ഞാൻ ഇവിടെയൊന്നും ഇടാറില്ല, ഇത് കത്തിച്ച് കളയും കേട്ടോ. അപ്പോൾ ഇത് എല്ലാം മടക്കി എല്ലാം എടുത്ത് കത്തിക്കുന്നതിനകത്ത് കൊണ്ടുവച്ചു. അത് കഴിഞ്ഞ് പിന്നെ ബാക്കിയുള്ള പാത്രങ്ങൾ പിന്നെ കുറച്ചല്ലേ ഉള്ളൂ. പിന്നെ അവിടെ ഇരുന്ന് കുഞ്ഞ് മറ്റേ അവിലോസ് പൊടി ഫുള്ള് തീർത്ത് കേട്ടോ. ഞാൻ പറയല്ലോ, ഒരാഴ്ച പോലും ഇതിവിടെ ഇരിക്കത്തില്ല, ആൾ ഫുള്ള് തീർക്കും. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. നീ ഇതെങ്ങനെ കണ്ടുപിടിച്ചു എന്നൊക്കെയാണ് കുഞ്ഞൻ എന്നോട് ചോദിക്കുന്നത്. അവലോസ് പൊടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇനി ആര് കൊണ്ടുവരാനാ, നമുക്ക് കുഞ്ഞുങ്ങളാരും ഇല്ലല്ലോ. ഇല്ലെങ്കിൽ അംഗൻവാടിയിൽ അത് പറഞ്ഞപ്പോഴാണ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത് എവിടെയാണ് കിട്ടുന്നത്? അംഗൻവാടിയിൽ മാത്രമേ കിട്ടത്തുള്ളൂ, അതായത് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു സാധനമാട്ടോ, കുറുക്കിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കൊടുക്കുന്നതാണ് അംഗൻവാടിയിൽ നിന്ന്. അപ്പോൾ നമ്മുടെ അവിടെ നമുക്കും കിട്ടാറില്ല. പിന്നെ നമ്മുടെ അവിടെയൊക്കെ അപ്പുറത്തേക്ക് വീട്ടിലെ കുഞ്ഞുങ്ങളൊക്കെ ഇല്ലേ, അവരൊക്കെ ഇങ്ങനെ കഴിക്കാത്തത് കൊണ്ട് ഒന്നോ രണ്ടോ ഒക്കെ നമുക്ക് തരുമ്പം അത് അങ്ങനെ കൊണ്ടുവരുന്ന കേട്ടോ, അല്ലാതെ നമുക്കിടെ എവിടെയും കിട്ടത്തൊന്നുമില്ല. പിന്നെ അതൊക്കെ ഒന്ന് കഴുകി വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ കതോർന്ന് ഇറങ്ങിയപ്പോൾ 5 പേരാണ്. നേരത്തെ 2 പേരായിരുന്നത്, ഇപ്പോൾ 5 പേരാണ് വരുന്നത്. 2 ഞാൻ ഇറങ്ങിയപ്പോഴേ പറന്നുപോയി. അത് കഴിഞ്ഞാണ് വീഡിയോ എടുത്തത്. 2 പേര് അവിടെ സ്ഥിരമായിട്ടുള്ള ആൾക്കാരായിട്ടോ. അത് കഴിഞ്ഞ് ബാക്കിയുള്ളവരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് ഇരിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ അപ്പിയിട്ടങ്ങ് നാറ്റാണ് കേട്ടോ. അപ്പിയിട്ട് ഇങ്ങനെ വെക്കും. എന്ത് ചെയ്യാനാണ്, രാവിലെ ഞാൻ പിന്നെ എല്ലാ ദിവസവും കഴുകാറാണ് എനിക്ക് പതിവ്. എന്നാലും വേണ്ടിയില്ല, പാവത്തങ്ങളല്ലേ, ഇരുന്നോട്ടേ എന്ന് ഞാനും വിചാരിക്കും കേട്ടോ. പായിച്ച് കളയത്തില്ല ഞാനങ്ങനെ. അങ്ങനെ പിന്നെ തൂക്കാൻ ചൂലെടുക്കാൻ പോയപ്പോഴാണ് അവരെ കണ്ടത്. പിന്നെ തൂത്തിട്ടൊക്കെ വന്നിട്ട് നമ്മൾ ഉള്ളി കുറച്ച് പൊളിച്ച് വെക്കാമെന്ന് ചോദിച്ചു, തീയൽ വെക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ നാളെ രാവിലെ തീയലാക്കാമെന്ന് വിചാരിച്ചു. ഉള്ളിത്തീയൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തീയലൊക്കെ ഇവിടെ കുഞ്ഞിനും ഭയങ്കര ഇഷ്ടമാണ്. തീയലേ ഇഷ്ടമാണ്. ഉള്ളിത്തീയലെന്നൊന്നുമില്ല, ഉള്ളിത്തീയൽ അങ്ങനെ ആൾ കഴിച്ചിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ ഉള്ളിത്തീയലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഉള്ളിത്തീയലോ, ഉള്ളി വെച്ച് തീയൽ ഉണ്ടാക്കുമോ എന്നൊക്കെ ചോദിക്കുന്ന കേട്ടായിരുന്നു. നിന്ന് ഉള്ളി പൊളിച്ച് ഞാൻ അവസാനം ഇരുന്നു കേട്ടോ. ഈ സ്റ്റൂളോ കസേരയിട്ട് ഇരിക്കുവാണെങ്കിൽ നമുക്ക് എത്തത്തില്ലല്ലോ മേളിൽ ടേബിളിൻ്റെ വരെ. അത്രയും ഹൈറ്റുള്ള ഒരു ചെയർ മേടിക്കണം എന്നും പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ മണ്ടയ്ക്ക് കയറിയിരുന്നായിരുന്നു. പിന്നെ ഉള്ളി
പൊളിച്ചത്. ഉള്ളിയൊക്കെ പൊളിച്ച് കഴിഞ്ഞ് പിന്നെ അതൊക്കെ ഒന്ന് കഴുകി വാരി മറ്റേ കവറിനകത്താണ് ഇന്ന് ഇട്ട് വെക്കുന്നത്. ബാക്കി പിന്നെ ഉള്ളിത്തൊലിയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്, നമുക്ക് ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കാമല്ലോ. അതൊരു വളമാണല്ലോ ഉള്ളിത്തൊലി എന്ന് പറയുന്നത്. അങ്ങനെ അതൊക്കെ ഒന്ന് കഴുകി എല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മുടെ ജോലി അന്നേരത്തേക്ക് ഏകദേശം തീർന്നിട്ടുണ്ടായിരുന്നു, അടുക്കളയിലേക്ക് പരിപാടി. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലി മെമ്പറിൻ്റെ ബർത്ത്ഡേ വിഷസ് അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് പറയാം കേട്ടോ. ശ്രീജാദേവിയുടെ മകളായ ഗൗരിമോളുടെ ബർത്ത്ഡേ ഓഗസ്റ്റ് 10-നും അതുപോലെ തന്നെ രാജിമോൾ സുജിത്തിൻ്റെ മകളായ ദേവൂട്ടിയുടെ ബർത്ത്ഡേ ഓഗസ്റ്റ് 13-നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫാമിലിയുടെയും വിഷസ് അറിയിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ മക്കളെ, ഒരുപാട് നാളിങ്ങനെ സന്തോഷവും സമാധാനമായിട്ട് ദീർഘായുസ് നൽകി നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ എല്ലാവരുമായിട്ട് എനിക്ക് പറയാനൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ഈ ബർത്ത്ഡേ വിഷസ് പറയുമ്പോൾ അന്നത്തെ ആ ഒരു ഡേറ്റിൽ വന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞാൽ എനിക്ക് ആ ഡേറ്റിൽ പറയാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ നേരത്തെ കൂട്ടി പറയുക. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ കുറച്ച് നന്നായിട്ടിരുന്നേനെ. പിന്നെ ഞാൻ ഇതോട്ട് റിപ്ലൈ തന്നില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കുക. റിപ്ലൈ തരുന്ന എല്ലാ വിഷസും ഞാൻ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ വന്നിട്ട് പറഞ്ഞില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഞാനത് കമൻറ്റ്സ് കണ്ടാലല്ലേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാട്ടോ അങ്ങനെ പറഞ്ഞത്. പിന്നെ നേരത്തെ കൂട്ടി പറയാനും ശ്രമിക്കുക. വീഡിയോസ് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെക്കുന്നതായിരിക്കും ആ ഒരു ഡേറ്റിന്, അതുകൊണ്ട് പിന്നെ പറയാൻ പറ്റത്തില്ല കേട്ടോ. അങ്ങനെ കിച്ചണിലെ ജോലിയൊക്കെ ഒതുങ്ങി. അത് കഴിഞ്ഞ് ഞാൻ മുഖമൊക്കെ ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം ഉറങ്ങാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ മുഖത്ത് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഫേസ് വാഷ് എന്ന് പറഞ്ഞാൽ ഇതാണ്, മാമാ എർത്തിൻ്റെത്. നല്ലൊരു ഐറ്റം തന്നെയാണ്. ഇതിന് മുന്നേ ഞാൻ ഒരെണ്ണം വാങ്ങിച്ചിരുന്നു, അതെനിക്ക് മുഖത്ത് അലർജി ആയിട്ടുണ്ടായിരുന്നു, കുരുക്കൾ നല്ല രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനത് തീർന്നിട്ടൊന്നും ഇല്ല, നിർത്തി വെച്ചേക്കാണ്, അത് യൂസ് ചെയ്യുന്നേ ഇല്ല. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോയിൽ അത് കാണിക്കാട്ടോ. ഞാൻ എടുത്ത് വെച്ചിട്ട് കുറേ നാളായി, ഇടാൻ കുറച്ച് വൈകിപ്പോയെന്ന് മാത്രം. അപ്പോൾ ഇതിനകത്ത് നല്ലൊരു മണമായിട്ടോ, നല്ല ചന്ദനത്തിൻ്റെ മണമാണ് നമ്മളിത് എടുക്കുമ്പം തന്നെ. അത് ഒരു തരിതരിയായിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ സ്ക്രബ് ചെയ്യാനൊക്കെ നല്ലതാട്ടോ, മുഖത്ത് നല്ല രീതിയിൽ നമ്മൾ സ്ക്രബ് ചെയ്ത് നമുക്ക് വാഷ് ചെയ്യാൻ പറ്റുമല്ലോ, അത് നല്ലതാണ്, എനിക്ക് നന്നായിട്ട് തോന്നും. പിന്നെ എല്ലാവരുടെ സ്കിൻ ടോണിനും പറ്റണം എന്നില്ല കേട്ടോ. അപ്പോൾ എനിക്ക് തന്നെ എല്ലാ കാര്യങ്ങളൊന്നും പറ്റത്തില്ല കേട്ടോ. ചിലതൊക്കെ എനിക്ക് മുഖത്ത് അലർജി വരും, കുരുക്കൾ വരും. അപ്പോൾ ഞാൻ മാറ്റി ട്രൈ ചെയ്ത് നോക്കുകയാണ്. എനിക്ക് കറക്റ്റൊരു സാധനം ഇതുവരെയും കണ്ടു കിട്ടിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ മുഖമൊക്കെ കഴിയുന്നതിന് ശേഷം പിന്നെ മുടിക്കുള്ളതാട്ടോ. ഇടയ്ക്ക് മാത്രമേ ഞാൻ ഈ റോസ്മേരി വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കാറുള്ളൂ. കുറേ പേര് അതിൻ്റെ റിവ്യൂ ചോദിച്ചില്ല, എൻ്റെ റിവ്യൂ ആണ് ഇന്ന് ഞാൻ പറയുന്നത്. അതായത് എൻ്റെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത്, ഞാൻ ക്യാഷ് കൊടുത്ത് മേടിച്ചതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണ്. ഇത് പ്രൊമോഷനും കാര്യങ്ങളൊന്നും അല്ല. ഇത് അടിപൊളി ഒരു ഐറ്റമാണെന്ന് വെച്ചാൽ അടിപൊളി ഒരു ഐറ്റം തന്നെയാണ്. ഇതിനകത്ത് നെഗറ്റീവും പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമുണ്ട്. അത് ഞാൻ ആദ്യം പോസിറ്റീവായിട്ടുള്ള കാര്യം പറയാം. അടിപൊളി ഒരു ഐറ്റമാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഈ ഓയിലൊന്നും അപ്ലൈ ചെയ്യാത്തവർക്ക് ഇത് സ്പ്രേ ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. പിന്നെ ഈ താരനുള്ളവർ ഇത് യൂസ് ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ മുടി കൊഴിച്ചിൽ നിൽക്കത്തില്ല. എനിക്ക് അത്യാവശ്യം മുടി കൊഴിച്ചിലുള്ള ഒരാളായിരുന്നു, ഇപ്പം എനിക്ക് നല്ല രീതിയിൽ കുറവുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഒരു 1.5 വിട്ടോ അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴേക്കേ ചെയ്ത് കൊടുക്കാറുള്ളൂ. എന്നിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കും. ഞാൻ എന്നും നൈറ്റാട്ടോ ചെയ്യുന്നത്. ഇത് എപ്പം വേണമെങ്കിലും സ്പ്രേ ചെയ്യുന്നത് നല്ലതാണ്, എപ്പം വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഞാൻ നൈറ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കും, മസാജ് ചെയ്യും. പിന്നെ ഇതിനകത്ത് എനിക്ക് ബേബി ഹെയർ ഒക്കെ വരുന്നതായിട്ട് കുറേ പേര് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ബേബി ഹെയർ അങ്ങനെ അധികം വരുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. ഉള്ളത് തന്നെ നീളം വെക്കുന്നുണ്ട്, മുടി നല്ലപോലെ ലെങ്ത് ആയതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അല്ലാതെ പുതിയ ബേബി ഹെയർ വരുന്നതായിട്ട് എനിക്കങ്ങനെ ഫീൽ ചെയ്തൊന്നുമില്ല കേട്ടോ. ഓൾറെഡി എനിക്ക് ബേബി ഹെയർ ഉണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ വേറെ വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷേ ലെങ്ത് വെക്കുന്നുണ്ട് മുടിക്ക്. സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതനുസരിച്ചിട്ട് നമുക്ക് റിസൾട്ട് ഉണ്ടാവും. പിന്നെ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനകത്ത് പോസിറ്റീവായിട്ടുള്ളത്. നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ 2 ആഴ്ചയ്ക്ക് മേളിൽ ഞാനിത് യൂസ് ചെയ്യാതെ ഇരുന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് മുടി ഒഴിച്ചിൽ നന്നായിട്ട് കൂടിയായിരുന്നു കേട്ടോ. പഴയതിനേക്കാളും നല്ല രീതിയിൽ മുടി ഒഴിയാൻ തുടങ്ങി. ഇങ്ങനെ കുളിച്ചിട്ടൊക്കെ വരുമ്പോൾ കയ്യിൽ ഒരുപാട് കിട്ടുന്നുണ്ടായിരുന്നു. പിന്നീട് അത് ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ അതിൻ്റെ അളവ് കുറഞ്ഞു വന്നു. അപ്പോൾ ഇതാണ് എനിക്ക് മെയിനായിട്ട് നെഗറ്റീവായിട്ട് തോന്നിയത്. എനിക്കൊന്ന് യൂസ് ചെയ്താൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് എന്തായാലും യൂസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ. ടാറ്റാ, സീ യു.